ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഡേ ടു ഡേ കിച്ചൺ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കൂട്ടുകറിയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ സദ്യ സ്പെഷ്യൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ നല്ല അടിപൊളി ഒരു കൂട്ടുകറിയുടെ റെസിപ്പിയാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് റെഡിയാക്കി എടുക്കാൻ നോക്കാം. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ 3 വെജിറ്റബിൾ മാത്രമേ എടുത്തിട്ടുള്ളൂ. വെള്ളരിയും ചേനയും അതുപോലെ തന്നെ കായും, ഈ 3 മാത്രമാണ് ഞാൻ എടുത്തിട്ടുള്ളൂ കൂട്ടുകറിക്ക് വേണ്ടിയിട്ട്. അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് വേറെ വെജിറ്റബിൾസൊക്കെ എടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ എല്ലാത്തിൻ്റെയും ഹാഫ് പോർഷൻ എടുത്തിട്ടുള്ളൂ, ഫുൾ എടുത്തിട്ടില്ല. അപ്പോൾ എല്ലാത്തിൻ്റെയും ഹാഫ് പോർഷൻ ഇതുപോലെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ചെറിയ ചെറിയ പീസുകളാക്കിയിട്ടാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ അതുപോലെ എല്ലാവരും റെഡിയാക്കി എടുക്കാം. ഇതുപോലെ ചെറിയ പീസായിട്ട് എല്ലാവരും ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് ഇനി നമുക്ക് വേണ്ടത് കടലയാണ്. ഞാനിപ്പോൾ ഇതേ കടല, ബ്രൗൺ കടല, ഇത് ഓൾറെഡി വേവിച്ച് വെച്ചിരിക്കുന്ന കടലയാണ്. ഇപ്പോൾ ഇതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ വൈറ്റ് കടല വേണമെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കൂട്ടുകറിക്ക് ഒരു പൗഡർ റെഡിയാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ടൊരു പാനിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ജീരകം ഒന്ന് പൊട്ടി തുടങ്ങുമ്പോൾ അതിലേക്ക് 2 ടീസ്പൂൺ കുരുമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുരുമുളകിൻ്റെ ഫ്ലേവർ ആയിരിക്കും നമ്മുടെ ഈ കൂട്ടുകറിക്ക് ഉണ്ടാവുക. അപ്പോൾ അതനുസരിച്ച് 2 ടീസ്പൂൺ കുരുമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ കുരുമുളക് ഒന്ന് അതിലിട്ടിട്ടൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ കുരുമുളക് ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്കതിലേക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 5 വറ്റൽമുളക് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും കൂടി അതിലേക്ക് ഇട്ടിട്ടൊന്ന് വറുത്തെടുക്കുക. ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പൊടിക്കാനുള്ള ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതൊന്ന് തണുക്കാൻ വേണ്ടിയിട്ടൊന്ന് മാറ്റി വയ്ക്കുക. അതിനുശേഷം നമുക്ക് പൊടിച്ചെടുക്കാവുന്നതാണ്. ഇനി നമുക്ക് അടുത്തതായിട്ട് നാളികേരം ഒന്ന് വറുത്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ആ പാനിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് ജീരകം ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതായത് നമ്മുടെ ഉഴുന്നുപരിപ്പൊക്കെ ഫ്രൈ ആയി നല്ലൊരു സ്മെല്ല് വന്നു കഴിയുമ്പോൾ നമുക്കതിലേക്ക് നാളികേരം ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 2 പിടി നാളികേരം അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫ്ലെയിം വളരെ കുറച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. ഒരു ബ്രൗണിഷ് കളർ ആവുന്ന രീതിയിൽ വരെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. അപ്പോൾ ഇതിൻ്റെ ഒപ്പം തന്നെ ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് നാളികേരം ഒന്ന് നമുക്കൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഫ്ലെയിം വളരെ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് നമുക്കൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഇതേ നമ്മുടെ നാളികേരം നന്നായിട്ട് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു കളർ ആവുന്ന വരെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ സിമ്മിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി അടുത്തത് നമുക്ക് ആ പൊടി നമ്മൾ നേരത്തെ വറുത്ത് വെച്ചത് എല്ലാം ഒന്ന് പൊടിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് വറുത്തെടുത്ത കുരുമുളകിൻ്റെ മിക്സ് ഉണ്ടല്ലോ, അത് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി മിക്സിയുടെ ചെറിയ ജാറിലേക്ക് നമ്മളിപ്പോൾ വറുത്തെടുത്ത നാളികേരം ഉണ്ടല്ലോ, അതിൽ നിന്നൊരു 2 സ്പൂൺ നാളികേരം കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. നമ്മൾ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്താൽ മാത്രം മതി. ഞാൻ ഇതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഒരു പൗഡർ രൂപത്തിൽ ആയി കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ ആക്കി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കൂട്ടുകറി ഉണ്ടാക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നേരത്തെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ച വെജിറ്റബിൾസ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ മുളക് പൊടി വളരെ കുറച്ചിട്ടാൽ മതി. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ കുരുമുളകിൻ്റെ ടേസ്റ്റാണ് ഇതിന് മുന്നിൽ നിൽക്കുക കേട്ടോ. അപ്പോൾ മുളക് പൊടി വളരെ കുറച്ചിട്ട് കൊടുത്താൽ മതി. ഇനി അതിലേക്ക് കുറച്ച് കായത്തിൻ്റെ പൊടിയും കൂടിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ കായത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ശർക്കരയാണ്. ചെറിയൊരു പീസ് ശർക്കര അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അധികമൊന്നും വേണ്ട, വളരെ കുറച്ച് മതി. ഇനി ഇതിലേക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒരു 3/4 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഈ വെജിറ്റബിൾ വേവാൻ വേണ്ടിയിട്ടുള്ള മാത്രം വെള്ളം ഒഴിച്ച് കൊടുക്കുക. വെള്ളം അധികം കൂടി പോകേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇത് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് കുക്ക് ചെയ്തെടുത്തത്. ഇതിപ്പോൾ നമ്മുടെ പച്ചക്കറിയൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. എല്ലാവരും നന്നായിട്ട് കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന കടല ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. അടുത്തതായിട്ട് അതിലേക്ക് നമ്മൾ മിക്സിയുടെ ജാറിൽ പൊടിച്ച് വെച്ച പൗഡർ അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. ഇതിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുമ്പോൾ നല്ല അടിപൊളി മണം വരും.
ഇനി നമുക്ക് അടുത്തതായിട്ട് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന നാളികേരം കൂടി ഇപ്പോൾ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു 2 മിനിറ്റ് നമുക്കതൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോഴേക്കും ആ മസാലയും കാര്യങ്ങളൊക്കെ എല്ലാം അവിടെ നന്നായിട്ടൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ 2 മിനിറ്റ് നമുക്കതൊന്ന് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതേ നമ്മുടെ കൂട്ടുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, നല്ല അടിപൊളി ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ സദ്യ സ്പെഷ്യൽ കൂട്ടുകറി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. താങ്ക്